ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 8 ഫ്രം എ റെയിൽവേ കേരേജ്, അതായത് ഒരു തീവണ്ടി മുറിയിൽ നിന്നും എന്ന ഒരു പോയമാണ് എഴുതിയിട്ടുള്ളത്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ പ്രൊഫൈലും എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രിപ്പയർ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. നമുക്കറിയാം എങ്ങനെ എഴുതേണ്ടതെന്ന്. ഫസ്റ്റ് എന്ത് എഴുതും? അദ്ദേഹം ജനിച്ചത് നവംബർ 13, 1850 എഴുതും. അദ്ദേഹം ഫേമസ് ആവുന്നത് എങ്ങനെയൊക്കെയാണ്? ഒരു നോവലിസ്റ്റ്, പോയറ്റ്, അതുപോലെ തന്നെ ട്രാവൽ റൈറ്റർ, യാത്രകളെ കുറിച്ചൊക്കെ വിവരിച്ച് എഴുതുന്ന ഒരാളാണ്. ഹിസ് ഫേമസ് വർക്ക്സ് ആർ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കീൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അദ്ദേഹം ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന 26 ട്രാൻസ്ലേറ്റഡ് ഓതേഴ്സിൽ, അന്യഭാഷയിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുള്ള ബുക്സിൻ്റെ ഓതേഴ്സിൽ 26 ആളുകളിൽ ഒരാൾ അദ്ദേഹമാണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹി പാസ്ഡ് അവേ ഓൺ December 3, 1894. ഡിസംബർ 3, 1894 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഡസ് ദ ട്രെയിൻ മൂവ് ത്രൂ എ വില്ലേജ് ഓർ എ സിറ്റി? ജസ്റ്റിഫൈ യുവർ ആൻസർ. ആ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിലൂടെയാണോ അതോ നഗരത്തിലൂടെയാണോ? ഉത്തരം സാധൂകരിക്കുക, അതിന് റീസൺ പറയുക എന്നാണ് പറയുന്നത്. The train moves through a village. The writer saw scenes like hedges, ditches, meadows, horses, cattle and so on, which are the normal sights in a village. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിലൂടെയാണ്. അദ്ദേഹം കണ്ടത് എന്തൊക്കെയാണ്? ഹെഡ്ജസ് കണ്ടിരുന്നു. ഹെഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചെടികൾ കൊണ്ട് കെട്ടുന്ന വേലി, അല്ലെങ്കിൽ ചെടികൾ നിന്നിട്ട് ഉണ്ടാവുന്ന വേലിനെയാണ് ഹെഡ്ജസ് എന്ന് പറയുക. ഡിച്ച് എന്ന് പറഞ്ഞാൽ കുഴി അല്ലെങ്കിൽ തോടാണ്. മീഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? പുൽത്തകിടിയാണ്. ഹോസസ്, കുതിരകളെ കാണാം. അതുപോലെ തന്നെ കാറ്റിൽ, കന്നുകാലികളെയും കണ്ടിരുന്നു. അതൊക്കെ എവിടെയാണ് നമ്മൾ നോർമലി കാണാറ്? ഒരു ഗ്രാമത്തിലാണ് കാണാറ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിലൂടെയാണ്. വാട്ട് ആർ ദി എക്സ്പ്രഷൻ യൂസ്ഡ് ബൈ ദ പോയറ്റ് ടു ഷോ അമേസിങ് സ്പീഡ് ഓഫ് ദ ട്രെയിൻ? ആ ട്രെയിൻ വളരെയധികം വേഗത്തിലാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന പ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വേഗതയെ കാണിക്കാൻ. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. യക്ഷികളേക്കാൾ, മന്ത്രവാദിനികളേക്കാൾ വേഗത്തിലാണ് ട്രെയിൻ പോയിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. പെരുമഴയുടെ ശക്തിയോടുകൂടി അത് പറന്നു പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഈച്ച് ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. ഒരു കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ ആ ട്രെയിൻ ഓരോ സ്ഥലങ്ങളെയും മറികടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ പ്രയോഗങ്ങൾ. ഹൗ ഡസ് ദ പോയറ്റ് ബ്രിങ് ഔട്ട് ദ ലോക്കോമോറ്റീവ് റിതം ഇൻ ദ പോയം? യന്ത്രത്തിൻ്റെ താളം എങ്ങനെയാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ദ വേർഡ്സ് ലൈക്ക് ഫാസ്റ്റർ, ഫെയറീസ്, വിച്ചസ്, ഡിച്ചസ് ഹാവ് എ റിപ്പീറ്റേഷൻ ഓഫ് പെർട്ടിക്കുലർ സൗണ്ട്സ്. ദേ സ്യൂട്ട് ദ സൗണ്ട്സ് ഓഫ് എ മൂവിങ് ട്രെയിൻ. അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന റൈമിംഗ് വേർഡ്സ്, ആ താളം വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? ഫാസ്റ്റർ, ഫെയറി, വിച്ചസ്, ഡിച്ചസ് ഒക്കെയാണ്. ട്രെയിൻ മൂവ് ചെയ്യുന്ന ആ സൗണ്ടിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള വേർഡ്സാണ് ഈ യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ഹൗ ഫാസ്റ്റ് ഇസ് ദ ട്രെയിൻ റൺ? എത്ര സ്പീഡിലാണ് ആ ട്രെയിൻ പോകുന്നത്? ദ ട്രെയിൻ റൺസ് ഫാസ്റ്റർ ദാൻ ഫെയറീസ് ആൻഡ് വിച്ചസ്. ആ ട്രെയിൻ പറക്കുന്നത് മന്ത്രവാദിനികളെക്കാളും അതുപോലെ തന്നെ യക്ഷികളെക്കാളും വേഗത്തിലാണ്. വാട്ട് ടൈപ്പ് ഓഫ് ലാൻഡ്സ്കേപ്പ് ക്യാൻ വൺ സീ ഫ്രം ദ ട്രെയിൻ? എങ്ങനെയുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മൾക്ക്, എങ്ങനെയുള്ള ഒരു സ്ഥലമാണ് നമ്മൾക്ക് ആ ട്രെയിനിൽ നിന്ന് നോക്കിയാൽ കാണുന്നത്? വൺ ക്യാൻ സീ ഹിൽസ് ആൻഡ് പ്ലെയിൻസ് ഫ്രം ദ ട്രെയിൻ. നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? കുന്നുകളും അതുപോലെ തന്നെ നിരപ്പായ സ്ഥലങ്ങളും നമ്മൾക്ക് ആ ട്രെയിനിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. വാട്ട് എനിമൽസ് ക്യാൻ വൺ സീ? എങ്ങനെയുള്ള മൃഗങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? വൺ ക്യാൻ സീ എനിമൽസ് ലൈക്ക് ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. നമ്മൾക്ക് കുതിരകളെയും അതുപോലെ തന്നെ കന്നുകാലികളെയും കാണാം. ഹൗ ലോങ് ക്യാൻ വി സീ ഈച്ച് സൈഡ്? നമുക്ക് എത്ര നേരം ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്? വി ക്യാൻ സീ ഈച്ച് സൈഡ് ഫോർ എ സ്പ്ലിറ്റ് സെക്കൻഡ് ഓൺലി. നമ്മൾക്ക് ഒരു കണ്ണ് ചിമ്മുന്ന വേഗത്തിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ നമ്മൾക്ക് ഓരോ കാഴ്ചയും കാണാൻ പറ്റുന്നുള്ളൂ. അത്രയും വേഗത്തിൽ അത് മിന്നിമറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഹേർഡ് വെൻ ദ ട്രെയിൻ പാസസ് സ്റ്റേഷൻസ്? എന്താണ് കേൾക്കുന്നത്? ഓരോ സ്റ്റേഷനും അത് പിന്നിട്ട് കുതിക്കുമ്പോൾ. വി ക്യാൻ ഹിയർ ദ വിസ്ലിംഗ് സൗണ്ട്. ഓരോ സ്റ്റേഷനും പിന്നിടുമ്പോഴും നമുക്ക് ആ വിസിൽ ചെയ്യുന്ന ശബ്ദം കേൾക്കാം.
വാട്ട് ഡസ് ദ ബോയ് ഡു? ദ ബോയ് ഈസ് സ്ട്രഗ്ലിംഗ് ടു പിക്ക് ദ ബ്ലാക്ക്ബെറീസ്. ആ ആൺകുട്ടി എന്താണ് ചെയ്യുന്നത്? ആ കുട്ടി ഒരു മുൾച്ചെടിയുടെ മുകളിൽ അള്ളിപ്പിടിച്ച് കയറിയായിരുന്നു അല്ലേ ബ്ലാക്ക്ബെറി പറിക്കാൻ. അപ്പോൾ ആ ബ്ലാക്ക്ബെറി പൊട്ടിക്കാൻ വേണ്ടി ആ കുട്ടി ബുദ്ധിമുട്ടുകയാണ്, സ്ട്രഗിൾ ചെയ്യുകയാണെന്നാണ് ആൻസർ. വാട്ട് ഡസ് ദ മാൻ ഓൺ ദ ഫുഡ് ഡു? ആ താഴെ നിൽക്കുന്ന ആ മനുഷ്യൻ എന്താ ചെയ്തിരുന്നത്? ഈ സ്റ്റോപ്സ് ആൻഡ് ലുക്സ്. അയാൾ ജസ്റ്റ് അവിടെ നിന്ന് നിന്നിട്ട് ഇങ്ങനെ നിർനിമേഷനായി നോക്കി നിൽക്കുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. വേർ ക്യാൻ വൺ സ്ട്രിങ് ഡേയ്സീസ്? എവിടെയാണ് ഒരാൾക്ക് ആ ഡെയ്സി പൂക്കളെ പറിച്ച് മാല കോർക്കാൻ പറ്റുന്നത്? വൺ ക്യാൻ സ്ട്രിങ് ഡേയ്സീസ് അറ്റ് ദ ഗ്രീൻ ഗ്രാസ് ലാൻഡ്. ആ പച്ച പുൽത്തകിടുകളിലാണ് ഒരാൾക്ക് ആ ഡെയ്സി പൂക്കളൊക്കെ പറിച്ചിട്ട് മാല കോർക്കാൻ പറ്റുന്നത്. വാട്ട് ഹാസ് ഹാപ്പൻ ടു ദ കാർട്ട്? ദ കാർട്ട് ഈസ് റൺ അവേ ഔട്ട് ഓഫ് കൺട്രോൾ. ആ കാർട്ടിന് ഒരു കൺട്രോൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രം എ റെയിൽവേ കാരേജിൻ്റെ ആക്ടിവിറ്റീസാണ്. ആക്ടിവിറ്റി 1 എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൂവ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്, അതായത് ഒരു അനക്കത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സും അതുപോലെ തന്നെ ശബ്ദങ്ങളെ പറയുന്ന വേർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിസിൽ ബൈ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വേഗത്തിൽ പോവുക എന്നുള്ള അർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. വിസിൽ എന്ന് പറഞ്ഞാൽ എന്താ? വിസിൽ ചെയ്യുന്ന ആ ശബ്ദം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് നിങ്ങളോട് പോയമിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. വേർഡ്സ് ദാറ്റ് ഡിസ്ക്രൈബ് മൂവ്മെൻറ്റ് ഏതൊക്കെ വരും? വിസിൽ ബൈ, ഫാസ്റ്റർ ദാൻ ഫെയറീസ് എന്നൊക്കെ പറയുന്നത് എന്താ? ആ വേഗത കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചാർജിങ് എലോങ്, ഫ്ലൈ, ഡ്രൈവിങ്, സ്ട്രിങ്ങിങ്, ബാറ്റിൽ, സ്ക്രാമ്പിൾ, അതൊക്കെ നമുക്ക് മൂവ്മെൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആയിട്ട് എഴുതാം. സൗണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? വിസിലും ഡ്രൈവിങ്, റെയിനും ആണ്. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റി 2 ആണ്. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഫ്രം ദ പോയം, ഡോണ്ട് ദേ സൗണ്ട് സിമിലർ. പോയമിൽ നിന്ന് കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. വിച്ചസ്, ഡിച്ചസ്, കാറ്റിൽ, ബാറ്റിലൊക്കെ സെയിം സൗണ്ടിങ് വേർഡ്സ് ആണ് അല്ലേ, റൈമിങ് വേർഡ്സ് ആണ്. ദീസ് ആർ റൈമിങ് വേർഡ്സ്, ദേ മേക്ക് ദ പോയം മോർ മ്യൂസിക്കൽ. ഫൈൻഡ് ഔട്ട് പെയർസ് ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയമിൽ നിന്ന് ഇതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് നിങ്ങളോട് എടുത്തെഴുതാനാണ് പറയുന്നത്. ഏതൊക്കെ വരും? ബാറ്റിൽ, കാറ്റിൽ, പ്ലെയിൻ, റെയിൻ, ഐ, ബൈ, സ്ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ്, ഗെയ്സസ്, ഡെയ്സീസ്, റോഡ്, ലോഡ്, റിവർ, ഫോർ എവർ. ഇതൊക്കെ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 3 ആണ്. ദ പോയറ്റ് യൂസസ് 2 സിമിലേസ്. പിക്ക് ഔട്ട് ദി സിമിലേസ് ഫ്രം ദ പോയം. ഏതൊക്കെയാണ്? ആൻഡ് ചാർജിങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, all of the sides of the hill and the plain fly as thick as driving rain. Activity 4 ആണ്. Underline the initial sounds of words repeated in the given lines. Now underline the vowel sounds repeated in each line. ഇതിലെ ഇനീഷ്യൽ സൗണ്ട്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വവൽ സൗണ്ട്സും അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ താഴെ കൊടുത്തിട്ടുണ്ട് എന്താണ് ആലിട്രേഷൻ, എന്താണ് അസൊണൻസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റേഷൻ ഓഫ് ദി ഇനീഷ്യൽ കൺസണന്റ് വേർഡ്സ് സൗണ്ട്സ് ഓഫ് എ വേർഡ്സ് ഇൻ എ ലൈൻ. അസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റേഷൻ ഓഫ് എ വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ. ഇനീഷ്യൽ സൗണ്ട്സ് തന്നെ നമ്മൾ ആലിട്രേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ എഴുതാം നമുക്ക്? ഫാസ്റ്റർ, എഫ്, ഫെയറീസ്, എഫ്, ഫാസ്റ്റർ, എഫ് അല്ലേ. പിന്നെ വരുന്നത് ഏതാ? ഹൗസസിൻ്റെ ഫസ്റ്റ് എച്ച് ആണ്, ഹെഡ്ജസിൻ്റെ ഫസ്റ്റ് എച്ച് ആണ്. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ ആലിട്രേഷൻ എക്സാമ്പിളാണ്. അസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ. വവൽ സൗണ്ട്സ് ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു അങ്ങനെയുള്ള സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അസൊണൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആലിട്രേഷൻ? ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്, ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ഇനി അസൊണൻസ് വരുന്ന ലൈൻസ് ഏതൊക്കെയാണ്? ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ, ഹിയർ ഈസ് എ ചൈൽഡ് ഹൂ ക്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ്. ഏതൊക്കെ സൗണ്ട്സ് ഇതിൽ, ഏതൊക്കെ വവൽസ് ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ഫ്ലൈ ആസ് തിക്ക്, അപ്പോൾ എ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഐ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡിൽ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? ഹിയർ, ക്ലാമ്പർ, സ്ക്രാമ്പിൾ. അപ്പോൾ അതിൽ എ വരുന്നുണ്ട്, ഇ വരുന്നുണ്ട്, ഐ വരുന്നുണ്ട്. വാട്ട് എഫക്റ്റ് ഡു ദ റിപ്പീറ്റഡ് സൗണ്ട്സ് ബ്രിങ് ടു ദ പോയം? എന്ത് എഫക്റ്റാണ് ഈ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ പോയത്തിന് വരുന്നത്? ദേ ഗിവ് എ റിഥമിക് ക്വാളിറ്റി ടു ദ പോയം. ട്രെയിൻ മൂവ് ചെയ്യുന്ന അതേ ഒരു താളത്തിലാണ് നമ്മൾ ഈ റിഥമിക് സൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു റിഥമിക് ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് എഴുതാം. ആക്ടിവിറ്റി 5 ആണ്. കൺസിഡർ ദി ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ പോയം. ക്യാൻ യു ഫൈൻഡ് ഔട്ട് എനി പാറ്റേൺ? എന്താണ്? ഫാസ്റ്റർ, ഫെയർ, ഫാസ്റ്റ്, വിറ്റ് അല്ലേ. അപ്പോൾ
ഒരേപോലത്തെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. റീഡ് ദ പോയം അലൗഡ് ഗിവിംഗ് സ്ട്രെസ് ടു ദ അണ്ടർലൈൻ പാർട്സ്. ഈ ഭാഗങ്ങൾക്ക്, ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ലൈൻ ഒന്നുകൂടി വായിക്കാനാണ് പറയുന്നത്, ഒന്നുകൂടി സ്ട്രെസ് ചെയ്തിട്ട്. ദ പോയം ഫോളോസ് എ സ്ട്രെസ്ഡ് ആൻഡ് അൺസ്ട്രെസ്ഡ് പാറ്റേൺ. ദിസ് പാറ്റേൺ ഈസ് റിപ്പീറ്റഡ് ബട്ട് നോട്ട് എക്സാക്ട്ലി ഇൻ ദ സെയിം ലൈൻ. ഹൗ ഡസ് ദിസ് റിതം കോൺട്രിബ്യൂട്ട് ടു ദ മീനിങ് ഓഫ് ദ പോയം? ദ റിതം ഗിവ്സ് എ ഫീൽ ഓഫ് മൂവിങ് ട്രെയിൻ. ഒരു ട്രെയിൻ മൂവ് ചെയ്യുന്ന, അതിൻ്റെ പാളത്തിൽ കൂടെ പോകുമ്പോൾ ആ ഒരു ശബ്ദം ഉണ്ടാവില്ല, അതേപോലത്തെ ഒരു ശബ്ദത്തിൽ തന്നെയാണ് ഇതിലെ ഓരോ ലൈൻസും നമുക്ക് വായിക്കുമ്പോൾ ഓരോ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ തോന്നുന്നത്. ആക്ടിവിറ്റി 6 ആണ്. ലിസ്റ്റ് ഡൗൺ ദ റൈമിംഗ് വേർഡ്സ് ഓഫ് ഈച്ച് ലൈൻ ഇൻ ദ ഫസ്റ്റ് ടെൻസ. നെയിം ദ വേർഡ്സ് അക്കോർഡിംഗ് ടു ദ സിമിലാരിറ്റി ഓഫ് എൻഡിങ് സൗണ്ട്. Begin the naming with A. Words with similar ending should be named using the same letter. നിങ്ങളോട് ആദ്യത്തെ സ്റ്റാൻസയിൽ റൈം ചെയ്യുന്ന വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. ഏതാണ്? വിച്ചസും ഡിച്ചസും ആണ്. നെക്സ്റ്റ് വരുന്നത് ഏതാ? ബാറ്റിൽ, കാറ്റിൽ. അപ്പോൾ ബി എന്ന് കൊടുത്തു രണ്ടിനും. പിന്നെ വരുന്നത് ഏതാ? പ്ലെയിൻ, റെയിൻ. അപ്പോൾ എന്ത് കൊടുത്തു? എ കൊടുത്തു, ഐ, ബൈ, ബി കൊടുത്തു. അപ്പോൾ എന്താ നെയിമിംഗ് പാറ്റേൺ വരിക? എ ബി എന്നാണ് നമ്മുടെ റൈമിംഗ് സ്കീം വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ റൈം സ്കീം ഓഫ് സെക്കൻഡ് സ്റ്റാൻസ് ഓഫ് ദ പോയം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റാൻസയുടെ റൈമിംഗ് സ്കീം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഓരോ ലൈൻ്റെയും ലാസ്റ്റ് വരുന്ന വേർഡ്സാണ് നമ്മൾ റൈം സ്കീം കണ്ടുപിടിക്കാൻ എടുത്തെഴുതേണ്ടത്. അപ്പോൾ ഏതൊക്കെ വരും? സ്ക്രാമ്പിൾസ്, ബ്രാമ്പിൾസ്, ഗെയ്സസ്, ഡെയ്സീസ് ആണ് റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് വരുന്നത്. സ്ക്രാമ്പിൾസ് എന്താ വരിക? സ്ക്രാമ്പിൾസും ബ്രാമ്പിൾസും ഒരേ സൗണ്ടിങ് വേർഡ്സ് ആണ്. അപ്പോൾ എ കൊടുക്കും. ഗെയ്സസും ഡെയ്സീസിനും നമ്മൾ ബി കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ ഇതിൻ്റെയും റൈമിംഗ് സ്കീം എന്ത് തന്നെയാണ്? എ ബി തന്നെയാണ് ഇതിൻ്റെയും റൈമിംഗ് സ്കീം വരിക. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 7 ആണ്. ഇൻ ദിസ് പോയം ദ പോയറ്റ് യൂസസ് വേർഡ്സ് ടു മേക്ക് പിക്ചേഴ്സ് ജസ്റ്റ് ആസ് യു മൈറ്റ് യൂസ് എ ക്യാമറ ടു ടേക്ക് പിക്ചേഴ്സ്. അല്ലേ, കുറേ പിക്ചേഴ്സ് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വേർഡ്സ് യൂസ് ചെയ്തിട്ട് അല്ലേ. മൂവിങ് ട്രെയിൻ, ഫെയറീസ്, കാറ്റിൽ, ബ്രാമ്പിൾ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വേർഡ്സിൽ നിന്ന് നമുക്കൊരു പിക്ചർ കിട്ടുന്നുണ്ട്, നമ്മളൊരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന പോലെ. വേർഡ് പിക്ചേഴ്സ് ക്രിയേറ്റഡ് ബൈ പോയറ്റ്സ് ആർ കോൾഡ് ഇമേജസ്. ഇങ്ങനെ വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിലൊരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇമേജസ് എന്ന് പറയും. സച്ച് പിക്ചേഴ്സ് മേ അപ്പീൽ ടു അവർ ഐസ്. കണ്ണിന് അപ്പീൽ ചെയ്യുന്ന പിക്ചേഴ്സ് ആണെങ്കിൽ അത് വിഷ്വലാണ്. ഇയേഴ്സിന്, ചെവികളെയാണ് അപ്പീൽ ചെയ്യുന്നതെങ്കിൽ അത് ഓഡിറ്ററി ആണ്. ടച്ച്, നമ്മുടെ സെൻസിനെയാണ് അപ്പീൽ ചെയ്യുന്നതെങ്കിൽ അതിന് ടാക്ടൈൽ ഇമേജ് എന്നാണ് പറയുക. സ്മെല്ലിനെയാണ് അപ്പീൽ ചെയ്യുന്നതെങ്കിലോ, മണത്തിനെയാണ് അല്ലെങ്കിൽ മൂക്കിനെയാണ് അപ്പീൽ ചെയ്യുന്നതെങ്കിൽ ഓൾഫാക്ടറി എന്ന് പറയും. ടേസ്റ്റിനെയാണ് അപ്പീൽ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ടങ്കിനെയാണ് അപ്പീൽ ചെയ്യുന്നതെങ്കിൽ അതിനെ ഗസ്റ്റേറ്ററി എന്ന് പറയും. ക്യാൻ യു പിക്ക് ഔട്ട് ദ ഇമേജസ് ഫ്രം ദ പോയം. ഇങ്ങനെയുള്ള ഇമേജസ് നിങ്ങളോട് പോയമിൽ നിന്ന് വേർതിരിച്ച് എഴുതാനാണ് പറയുന്നത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് വേർഡ് വെബ് ബൈ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഇമേജസ്. ഇവിടെ ഒരു വേർഡ് വെബ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ അങ്ങനത്തെ ഇമേജസ് എടുത്ത് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആ പോയം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു പിക്ചർ വരുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനെയൊക്കെ നമുക്ക് വിഷ്വൽ ഇമേജസിൽ കൊടുക്കാം. ചാർജിങ് എലോങ് ലൈക്ക് ട്രൂപ്പ്, സോൾജേഴ്സിനെ പോലെ ഇങ്ങനെ മാർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നു. ഹിൽ ആൻഡ് പ്ലെയിൻ, കുന്നുകളും സമതലങ്ങളും കാണാം. മിൽ ആൻഡ് ദ റിവർ, മില്ലും റിവറും കാണാം. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു പിക്ചർ തരാൻ വേണ്ടി പോയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കതൊക്കെ വിഷ്വൽ ഇമേജിൽ കൊടുക്കാം. ഓഡിറ്ററി ഇമേജ്, നമുക്ക് ഓഡിറ്ററി ഇമേജ് ഏതൊക്കെയാണ്? നമുക്ക് ശബ്ദം കേൾക്കുന്നത് പോലത്തെ ഇമേജ് എന്തൊക്കെയാണ്? പെയിൻറ്റഡ് സ്റ്റേഷൻ വിസ്ലിംഗ് എന്നുണ്ട്. എ കാർട്ട് റൺ എവേ ഇൻ ദ റോഡ്, ഒരു കാർട്ട് ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിൻ്റെ ശബ്ദമാണ് വരിക. എ ചൈൽഡ് ഹൂ ക്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾ. നെക്സ്റ്റ് വരുന്ന ആക്ടിവിറ്റി 8 ആണ്. നിങ്ങൾ തന്നെത്താനെ ചെയ്യേണ്ട ആക്ടിവിറ്റിയാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊരു കൊറിയോഗ്രഫി എഴുതാനാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ഇമേജസ് ആണ് വേണ്ടത് അത് എഴുതും. സെക്കൻഡ്ലി എന്തൊക്കെ ഇവൻറ്റ്സ് ഓർ ആക്ഷൻസ്, എന്തൊക്കെ ആ പോയമിൽ നടക്കുന്നുണ്ട് അത് എഴുതും. തേർഡ് വൺ എന്താ? കൊറിയോഗ്രഫി, സ്ക്രിപ്റ്റ്, ഏത് കഴിഞ്ഞിട്ടാണ് ഏത് വരേണ്ടത്, അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് വരേണ്ടത് എന്നൊക്കെ നമ്മൾ കൊറിയോഗ്രഫി അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ എഴുതും.
അപ്പോൾ ഇമേജസിൽ എന്തൊക്കെ കൊടുക്കാം? ഫെയറീസ്, വിച്ചസ്, ബ്രിഡ്ജസ്, ഹൗസസ്, ഹോഴ്സസ്, കാറ്റിൽ, ഡേയ്സീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇമേജസിൽ കൊടുക്കാം അല്ലേ? നമ്മൾ ഒരു നാടകം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇനാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു ഇമേജ് പോലെ കൊടുക്കില്ലേ, അതിൽ നമുക്ക് ഇതൊക്കെ കൊടുക്കാം. ഡേയ്സീസ് അല്ലേ, ഡേയ്സി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത്, ഒരു കാട്ട് അവിടെ നിൽക്കുന്നത് ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം. പിന്നെന്താണ്? ഇവൻറ്റ്സ് ഓർ ആക്ഷൻസ്, എന്തൊക്കെ കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്? ചാർജിങ് along like troops in a battle, fly as thick as driving rain, blink of an eye, child who clambers and scrambles, gathering brambles, tramp who stands and gazes, cart run away in load, lumping along with man and load. ആ പോയിമിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ആക്ഷൻസിൽ കൊടുക്കാം. നെക്സ്റ്റ് എന്താ? കൊറിയോഗ്രഫി, സ്ക്രിപ്റ്റ് ആണല്ലേ. അപ്പോൾ എന്തൊക്കെ നമ്മൾ കാണിക്കും? എ റെയിൽവേ കാരേജ് ഓൺ ഇറ്റ്സ് ട്രാക്ക്. പിന്നെന്താ ഉണ്ടാവുക? നെക്സ്റ്റ് അതിൽ ആൾക്കാരാകുമ്പോൾ ജേർണി സ്റ്റാർട്ട്സ് വിത്ത് പാസഞ്ചേഴ്സ്, ദ ട്രെയിൻ ഈസ് മൂവിങ് ടു ഫാസ്റ്റ് ലൈക്ക് ഫെയറീസ് ആൻഡ് വിച്ചസ് എന്ന് കൊടുക്കും. ഇറ്റ് ചാർജസ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ, ഓൾ ഓഫ് ദി സൈഡ്സ് ഓഫ് ഹിൽ ആൻഡ് പ്ലെയിൻ, ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. അവിടെ കാണുന്ന കാഴ്ചകളാണ് കൊടുക്കുന്നത്. ദ ട്രെയിൻ മൂവ്സ് ഫോർവേഡ് വിസ്ലിംഗ് ത്രൂ പെയിൻറ്റഡ് സ്റ്റേഷൻ. ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എ ചൈൽഡ് ഹൂ ക്ലാമ്പേഴ്സ് ആൻഡ് സ്ക്രാമ്പിൾസ് ടു ഗ്യാദർ ബ്രാമ്പിൾസ്. എന്നിട്ട് എ ട്രാം സ്റ്റാൻഡ്സ് ആൻഡ് ഗേസസ്, ഒരു നാടോടി അവിടെ നിന്ന് എങ്ങോട്ടോ നോക്കി നിൽക്കുന്നുണ്ട്. എ കാർട്ട് ഈസ് റൺ അവേ ഇൻ ദി റോഡ് ആൻഡ് ലംപിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ കൊറിയോഗ്രഫി സ്ക്രിപ്റ്റും എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ 8th സ്റ്റാൻഡേർഡിലെ ഫ്രം ദ റെയിൽവേ കാരേജിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.